ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള സീരീസാണ് കേട്ടോ. സീരീസിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അൺടേംഡ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സീരീസാണ്. ആദ്യമേ ഈ സീരീസ് കാണാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാവരും സൂപ്പറാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കണ്ടതിന് ശേഷം സത്യം പറയാലോ, ഞാനൊരു 4-5 തവണയെങ്കിലും ഈ സീരീസിനെ റീവാച്ച് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും കണ്ടാലും മടുക്കാത്ത ഒരു കിടിലം സീരീസ്, ഒരു മാസ്റ്റർ പീസ് സീരീസ്. ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറി ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു BL റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ്, അതായത് ബോയ്സ് ലവ്. പക്ഷേ ഇതിനെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു സോൾമേറ്റ്, ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കഥ പോലെയാണ്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനീസിലുള്ള സെൻസർഷിപ്പ് ഇഷ്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ BL ഇഷ്ടപ്പെടുന്നവർക്കും BL ഇഷ്ടപ്പെടാത്തവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു കിടിലം മാസ്റ്റർ പീസ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വെച്ച് താമസിപ്പിക്കാണ്ട് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മളുടെ ഈ സീരീസിലെ മെയിൻ ലീഡായിട്ടുള്ള വെയ് വൂഷ്യൻ, അതായത് വെയിങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. അവനൊരു മലയുടെ മുകളിൽ നിൽക്കുവാണ്. അവിടെ കുറേ ആൾക്കാർ ഇവനെ പറ്റി നല്ലതുപോലെ മോശം പറയുന്നുണ്ട്. ഇവനെ കാരണമാണ് ഇവന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ മരിച്ചുപോയത്, ഇവനെ കാരണമാണ് ഇവന്റെ ചേച്ചി മരിച്ചുപോയത്, അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ. എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ ഇവൻ ചത്തുപോകണമെന്ന. അതേപോലെ തന്നെ അവിടെ ഒരു സൂപ്പർ പവർ ഉള്ള കല്ലു ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ അത് പിടിക്കാനും നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയ നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ആ മലയുടെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അവൻ അങ്ങോട്ട് ചാടുന്നത് പെട്ടെന്ന് തന്നെ കയ്യിലൊക്കെ രക്തം പറ്റിയ ഒരു ചെറുക്കൻ വന്നിട്ട് ഇവന്റെ കയ്യിൽ കയറി പിടിക്കും. ഇവനാണ് നമ്മളുടെ ഈ സീരീസിലെ വേറൊരു മെയിൻ ലീഡ്. ഇവന്റെ പേര് ലാൻ വാങ്ജി എന്നാണ്. എല്ലാവരും ഇവനെ ലൻഷാൻ എന്ന് വിളിക്കും. ഇവൻ നമ്മളുടെ വെയ്വൂഷനെ രക്ഷിക്കാൻ നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ വേറൊരുത്തൻ വാളുമായിട്ട് വന്നിട്ട് ഇവനെ കൊല്ലാൻ വേണ്ടി ഇവന്റെ ദേഹത്തായിട്ട് കുത്തും. ഇവന്റെ പേര് ജിയാങ് എന്നാണ്. പെട്ടെന്ന് തന്നെ വെയ്വൂഷൻ ആ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് വീഴും. നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ ഇവനെ നോക്കി നിലവിളിക്കും. പിന്നീട് കാണിക്കുന്നത് 16 വർഷങ്ങൾക്ക് ശേഷമാ. അവിടെ നമ്മളുടെ ലൻഷാൻ എന്ന് പറഞ്ഞ ആളില്ലേ, അവന്റെ സ്റ്റുഡൻസ് കുറച്ച് ആൾക്കാർ ഒരു സ്ഥലത്തായിട്ട് വന്ന് അവിടുത്തെ പ്രേതബാധയൊക്കെ ഒഴിപ്പിക്കാൻ വന്നിരിക്കുക. അവിടെ ഒരു അപ്പൂപ്പൻ്റെ ഇരുന്ന് കഥ പറയുന്നത് നമ്മുടെ വെയ്വൂഷനെ പറ്റിയിട്ടാ. അവന്റെ ബോഡി കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവൻ മരിച്ചു പോയെന്നാ വിചാരിച്ചിരിക്കുന്നേ എന്ന്. ഇവിടെ അയാൾ പറയും വെയ്വൂഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ശക്തിയുള്ള, ഭയങ്കര ക്രൂക്കഡായിട്ടുള്ള ഒരാളാണ്, അവനെ വെല്ലാൻ ആരെ കൊണ്ടും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവനെ നല്ലതുപോലെ പൊക്കിയടിക്കും. അതിനുശേഷം കാണിക്കുന്ന അവിടുത്തെ പരിസരം മൊത്തവും നല്ലതുപോലെ ഇരുണ്ട് കയറുന്നതാ. അവിടെ ഒരു ഭ്രാന്തനായിട്ടുള്ള ആളുടെ കയ്യിലായിട്ട് ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രേതം വരും എന്നും പറഞ്ഞ് നടക്കുന്നതൊക്കെ കാണിക്കും. അത് വേറെ ആരുമല്ല, ആ ഫാമിലിയിൽ തന്നെയുള്ള ഒരു ചെറുക്കനാണ്. അവന്റെ പേര് മോയ എന്നാണ്. അവൻ യഥാർത്ഥത്തിൽ ഭ്രാന്താണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അവനാണെങ്കിൽ കുറെ പവേഴ്സ് ഒക്കെ ഉണ്ട്. അവൻ നമ്മളുടെ വേവൂഷനെ അവന്റെ ശരീരത്തിലോട്ട് ആവാഹിച്ച് വരുത്തും. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ബോഡീനെ നോക്കിയിട്ട് പറയും, നീ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം. എന്നെ ആരൊക്കെയാണോ ഇൻസൾട്ട് ചെയ്ത് എന്നെ നശിപ്പിക്കാൻ നോക്കിയിട്ടുള്ളത് അവർക്ക് എല്ലാവർക്കും എതിരെ നീ പ്രതികാരം ചെയ്താൽ മാത്രമേ നിനക്ക് എൻ്റെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇവിടെ യഥാർത്ഥത്തിൽ നമ്മുടെ വേവൂഷൻ തിരിച്ചു വന്നിരിക്കുവാണ്. അവനൊന്നും മനസ്സിലാവത്തില്ല. അവന്റെ കൈ നോക്കുമ്പോൾ എന്തോ അവന്റെ കയ്യിലായിട്ട് 5 മുറിവുണ്ട്. സംഭവം എന്താന്ന് വെച്ചാൽ മോഷയു എന്ന് പറഞ്ഞ ആ ചെറുക്കനില്ലേ, അവന്റെ ശത്രുക്കളാണ് ഈ 5 പേര്. ആ 5 പേരും ചത്തു കഴിയുമ്പോൾ ഇവന്റെ കയ്യിൽ ഈ മുറിവ് തനിയെ ഉണങ്ങിക്കോളും. അത് കഴിഞ്ഞാൽ മോഷയുവിന്റെ ശരീരത്തിലായിട്ട് വേവൂഷന് എന്നെന്നും ജീവിക്കാൻ പറ്റും. മോഷയു എപ്പോഴും ഒരു മാസ്ക് ഇട്ടോണ്ടാ നടക്കുന്നത്. അവന്റെ ആ വീട്ടിലായിട്ട് ഇപ്പൊ കുറച്ച് കൾട്ടിവേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതായത് മന്ത്രവാദികൾ ചുരുക്കത്തിൽ പറഞ്ഞ. അവര് വന്നിരിക്കുന്നത് ആ വീട്ടിലുള്ള പ്രേതബാധ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരങ്ങനെ അവരുടെ ഡ്യൂട്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവരവിടെ പറയും, ഞങ്ങൾ ഈ പ്രക്രിയകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആരും അടുത്തോട്ട് വരരുത് എന്ന്. എന്നാൽ നമ്മളുടെ മോഷയു, ഇനിത്തൊട്ട് അവനെ വേവൂഷൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വേവൂഷൻ ആണെങ്കിൽ ഭയങ്കര കുട്ടിക്കളിയുള്ള ഒരാളാണ്. അവൻ വന്നിട്ട് ഈ ചെറുക്കന്മാരുടെ എല്ലാം കയ്യിലുള്ള യന്ത്രങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കും. അപ്പൊ അവനൊരു കാര്യം മനസ്സിലാവും, അവൻ ജീവിച്ചിരുന്ന സമയത്ത് അവൻ ഉണ്ടാക്കിയ യന്ത്രങ്ങളാണ് ഇതെല്ലാം എന്ന്. ഇവരെല്ലാം അവന്റെ യന്ത്രങ്ങളായി ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാൽ ആ വീട്ടിലുള്ള ഒരു ചെറുക്കൻ, അവനാണെങ്കിൽ വന്നിട്ട് ഇവരുടെ കയ്യിലുള്ള ഒരു യന്ത്രം എടുത്ത് ഒളിപ്പിച്ചെങ്ങ് വെക്കും. അത് കാരണം ആ ചെറുക്കന്റെ ദേഹത്തായിട്ട് പ്രേതബാധ കയറി കൂടും. ഇവിടെ എല്ലാവരും അതിന്റെ കുറ്റക്കാരനായിട്ട് കണക്കാക്കുന്നതേ നമ്മളുടെ വേവൂഷനെയാണ്. നമ്മുടെ ലൻഷാന്റെ സ്റ്റുഡൻസ് ആയിരുന്നാലും വന്നിട്ട് ഈ പ്രേതബാധനെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. അവിടെയായിട്ട് വേറൊരാളുടെ ദേഹത്തും പ്രേതബാധ കയറി കൂടും. ഇവരെല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇവരുടെ എല്ലാം ദേഹത്ത് ഒരു പ്രത്യേകതരം കറുത്ത മാജിക്കാണ് കയറി കൂടിയിരിക്കുന്നത്. ഇത് കാണുന്നേ വേവൂഷന് ഭയങ്കര ഡൗട്ട് അടിക്കും. അവൻ വിചാരിക്കും, 16 വർഷങ്ങൾക്ക് മുന്നേ ഈ മാജിക് ഈ ലോകത്തുനിന്ന് ഇല്ലാണ്ടായതല്ലേ, പിന്നീട് എങ്ങനെയാണ് ഇത് വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നത് എന്ന്. അവിടെയുള്ളൊരു ലേഡിയുണ്ട്, അവരുടെ ദേഹത്തും ഈ പ്രേതബാധ കയറിക്കൂടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ
മൂന്ന് പേരെന്ന് വെച്ചാല് നമ്മളുടെ മോഷയു എന്ന് പറഞ്ഞ ചെറുക്കനില്ലേ, അവന്റെ ശത്രുക്കൾ തന്നെയാണ്. ഇവര് മൂന്നുപേരും ആ സ്പോട്ടിൽ വെച്ച് തന്നെ ചത്തുപോകും. എന്നാലും ഇവരുടെ ദേഹത്തായിട്ട് പ്രേതം ഉള്ളതുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ശിഷ്യന്മാരെന്തെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് അവരെ ഗുരുവായിട്ടുള്ള ലൻഷാനെ വിളിക്കും. ഇവനവിടെ കിടിലമായിട്ടാണ് എൻട്രി ആവുന്നത്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് അവൻ ആ പ്രേതത്തിനെ എല്ലാം നിഷ്പ്രയാസം ഓടിച്ചു കളയും. ഇവനെ കാണുന്നേ നമ്മുടെ വിഭൂഷന് ഭയങ്കര സന്തോഷമാവും. അവരിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നോക്കി നിൽക്കും. അതേസമയം തന്നെ അവൻ അവിടുന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യും. ലൻഷാൻ ആയിരുന്നാലും പെട്ടെന്ന് മനസ്സിലാവും വേവൂഷന്റെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന്. നമ്മളുടെ വേവൂഷന്റെ ടാർഗറ്റ് ആയിട്ടുള്ള 3 പേര് ഇപ്പൊ അവിടെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ഇനി അവൻ ആകെപ്പാടെ കൊല്ലാനുള്ളത് ഒരേ ഒരാളെയാണ്, അതായത് മോഷയുവിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ശത്രുവിനെ. അവൻ അങ്ങനെ കഴുതപ്പുറത്ത് ട്രാവൽ ചെയ്ത് പോവാൻ തുടങ്ങും. വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവൻ വന്ന് നിൽക്കുന്നതേ ഒരു കിണറിന്റെ അടുത്താണ്. അവിടെയായിട്ട് കുറച്ച് ആൾക്കാർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് വരും. അവരവിടെ പറയാൻ തുടങ്ങും, ഇവിടെ അടുത്തായിട്ടൊരു ടെമ്പിൾ ഉണ്ട്, അവിടെയുള്ളൊരു വലിയ പ്രതിമയാണെങ്കിൽ ആൾക്കാരുടെ സോള് തിന്നുന്നു എന്നാ പറയുന്നേ. വലിയ വലിയ കൾട്ടിവേറ്റേഴ്സ് എല്ലാം അവിടെ ചെന്നിട്ട് ആരും തന്നെ തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരുടെയും സോളിനെ തിന്നിട്ട് അവരെല്ലാം മരിച്ചു പോവുക ചെയ്തിട്ടുള്ളേന്ന്. ഇതൊക്കെ കേൾക്കുന്നേ വേവൂഷൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അവൻ അങ്ങനെ ഒരു മലയുടെ മുകളിൽ വന്നിട്ട് ആ ദൂരെയുള്ള മല ഇങ്ങനെ നോക്കി നിൽക്കും. പെട്ടെന്ന് തന്നെ കുറച്ച് ആൾക്കാരുടെ നിലവിളി കേൾക്കുന്നേ. വേവൂഷൻ അവിടോട്ട് ഓടി വന്ന് നോക്കുമ്പോൾ എന്തുവാ, കുറേ ആൾക്കാർ ഓരോരോ ട്രാപ്പിലായിട്ട് പെട്ട് വലയിൽ കുടുങ്ങി കിടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ വേവൂഷൻ അവരെയൊക്കെ രക്ഷിക്കും. എന്നാൽ അവിടെയായിട്ടൊരു കൊച്ചു കൾട്ടിവേറ്റർ വരും. അവന്റെ പേര് ജിൻ എന്നാണ് കേട്ടോ. അവനാണെങ്കിൽ ഈ വേവൂഷനായിട്ട് അടിയിടാൻ തുടങ്ങും. വേവൂഷനായിരുന്നാലും അവന്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇവനെ നല്ലൊരു പാഠം അങ്ങ് പഠിപ്പിക്കും. എന്നിട്ട് അവൻ അവിടെ പറയും, നിന്റെ അമ്മയാണ് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരേണ്ടത് എന്ന്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേയും ആ കൊച്ചു ജിന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അവിടെയായിട്ട് ജി അങ്ങ് വരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിറക്കൻ്റെ അങ്കിളാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ വേവൂഷാന് മനസ്സിലാവും ഈ കൊച്ചിറക്കൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയതാണ് എന്ന്. അതായത് വേവൂഷാന്റെ കൈകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും മരിച്ചുപോയത്. ഇത് കേൾക്കുന്നേ വേവൂഷൻ ഭയങ്കര ഇമോഷണൽ ആവും. അവിടെയായിട്ട് നമ്മുടെ ലൻഷാനും വരും. നമ്മുടെ ലൻഷാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. അവൻ അങ്ങനെ അധികം സംസാരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഈ ജിന്നായിരുന്നാലും അവിടെ കിടന്ന് പരാതി പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ലൻഷാൻ അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഇവന്റെ വായങ്ങ് അടപ്പിക്കും. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാന് മനസ്സിലാവും ഇവിടെ എവിടെയോ വേവൂഷൻ ഉണ്ട് എന്ന്. എന്നാൽ വേവൂഷൻ ഇവന്റെ മുന്നിൽ വരാനൊന്നും റെഡി ആവത്തില്ല. വേവൂഷൻ നേരെ ആ ടെമ്പിളിലോട്ടാ വരുന്നേ. വന്ന് നോക്കുമ്പോൾ എന്തുവാ, അവിടെയുള്ള വലിയൊരു പ്രതിമയാണെങ്കിൽ ജീവൻ വെച്ചിട്ട് ആൾക്കാരെല്ലാം ആക്രമിക്കാൻ വേണ്ടിയിട്ട് വരുമായിരുന്നു. ഇത് കാണുന്ന വേവൂഷൻ എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടിയിട്ട് പറയും. എന്നാൽ ഈ പ്രതിമ അങ്ങനെ ഇങ്ങനെയൊന്നും വെറുതെ വിടത്തില്ല. അത് പുറത്തോട്ട് വന്നിട്ട് എല്ലാവരെയും നല്ലതുപോലെ ആക്രമിക്കാൻ തുടങ്ങും. നമ്മുടെ വേവൂഷനായിരുന്നാലും പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുള വെട്ടിയിട്ട് ഓടക്കുഴലുണ്ടാക്കിയ അത് വെച്ചിട്ടൊരു പാട്ട് പാടാൻ തുടങ്ങും. ഇത് കേൾക്കുന്നതും ആ പ്രതിമ ചെറുതായിട്ടൊന്ന് കൂളാവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതാണെങ്കിൽ ഉപദ്രവിക്കുന്നത് കുറയ്ക്കുന്നതും വേഗം തന്നെ അവിടെയായിട്ട് ചങ്ങലേക്ക് ഇട്ട് ഒരാൾ പ്രത്യക്ഷപ്പെടും. അവന്റെ പേര് വെൻ എന്നാണ്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പ്രേതത്തിനെ പോലെ ആയിരിക്കുന്നത്. ഇവനെ കാണുന്നേം എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. എല്ലാവരും ഇവനെ കാണുന്നതേ പറയുന്നത് ഗോസ്റ്റുകളുടെ തലവനല്ലേ എന്നാണ്. ഇവൻ വന്നിട്ട് അവിടെയുള്ള ആ പ്രതിമേനെ അങ്ങ് ചന്ന പിന്നാക്കി കളയും. അതേപോലെ തന്നെ അവിടെ നിൽക്കുന്ന ജിന്നെന്ന് പറഞ്ഞ കൊച്ചിറക്കനില്ലേ, അവന്റെ അങ്കിൾ അവിടെ ആയിട്ട് വരും. അവനാണെങ്കിൽ നമ്മളുടെ ഈ വേവൂഷൻ ഈ പാട്ട് പാടുന്ന കേൾക്കുന്നത് നല്ല ഡൗട്ട് അടിക്കും, ഇത് വേവൂഷൻ തന്നെയാണോ എന്ന്. യഥാർത്ഥത്തിൽ ഇവൻ മാസ്ക് വെച്ചേക്കുന്നുണ്ട്, ഇവന്റെ ഫേസ് ആർക്കും കാണാൻ പറ്റത്തില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഈ ജിയാങ് അവന്റെ കയ്യിലുള്ള ഒരു ചാട്ടപാറ പോലത്തെ സംഭവം എടുത്തിട്ട് ഇവന്റെ ദേഹത്തായിട്ട് അടിക്കും. അപ്പൊ അവൻ പറയും ഇവന്റെ ദേഹത്തായിട്ട് വല്ല ആത്മാവും ഉണ്ടെങ്കിൽ ഇപ്പൊ പുറത്തു വരൂ എന്ന്. എന്നാൽ വേവൂഷാന്റെ ദേഹത്ത് നിന്ന് ഒരാത്മാവും പുറത്തൊന്നും വരത്തില്ല. അവിടെയായിട്ട് കറക്റ്റ് സമയത്ത് നമ്മുടെ ലൻഷാൻ കയറി വരും. അവൻ വന്ന് വേവൂഷാനെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യും. വേവൂഷാന്റെ കയ്യിൽ കയറി പിടിക്കും. ലൻഷാന് നല്ലതുപോലെ അറിയാം ഇത് വേറെ ആരുമല്ല വേവൂഷാൻ തന്നെയാ എന്ന്. ഇവിടെ നമ്മളുടെ വേവൂഷാൻ ഇങ്ങനെ പഴയ ഓർമ്മകളിലോട്ട് പോകും. അവൻ വിചാരിക്കും 16 വർഷങ്ങൾക്ക് മുന്നേ എന്ത് രസമായിരുന്നു എന്ന്. പിന്നീട് നമുക്ക് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവിടെ നമ്മളുടെ വേവൂഷാൻ ആണെങ്കിൽ അവന്റെ ബ്രദറിന്റെയും സിസ്റ്ററിന്റെയും കൂടെ ഭയങ്കര എൻജോയ് ചെയ്തൊക്കെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇവൻ ഭയങ്കര കുരുത്തം കെട്ടൊരു ചെറുക്കനാണ്. ഇവന്റെ ബ്രദർ എന്ന് വെച്ചാൽ ജിയാങ്ങും അതേപോലെ തന്നെ ഇവന്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ യാൻലി എന്നുമാണ് പേര്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടസ് സിറ്റിയിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ഇവര് 3 പേരും കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഗൂസു എന്ന് പറയുന്ന ഒരു വലിയ സിറ്റിയിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. വരുന്ന വഴിയിൽ ഇവർ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലായിട്ട് കയറും. അവിടെ കയറുന്നേ നമ്മളുടെ വേവൂഷൻ അവിടെ വെച്ചിട്ട് ഇവരുടെ ഇൻവിറ്റേഷൻ അവിടെ മറന്നു വെച്ചിട്ട് അങ്ങ് വരും. അതേപോലെ തന്നെ വേറെ ഒരു ക്ലാൻ ഉണ്ട്. ആ ക്ലാനിന്റെ പേര് ജിൻ ക്ലാൻ എന്നാണ്. അവിടുത്തെ ചെറുക്കനുമായിട്ട് നമ്മളുടെ വേവൂഷന്റെ ചേച്ചിയുടെ വിവാഹമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുക. അവിടെ വെച്ചിട്ട് ഈ ചെറുക്കനെയൊക്കെ കാണും. എന്നാൽ വേവൂഷാനും അവന്റെ ചേട്ടനായിട്ടുള്ള ജിയാങ്ങിനും ഇവനെ അത്ര ഇഷ്ടമൊന്നുമല്ല. ഈ ജിൻ ക്ലാനിലുള്ള ചെറുക്കനായിരുന്നാലും വേവൂഷാന്റെ ചേച്ചീനെ കല്യാണം കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല.
പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും കൂടി ഗൂസു ക്ലാനിലായിട്ട് എത്തുന്നതാണ്. അവിടെ ആണെങ്കിൽ എൻട്രൻസിലുള്ള ആള് പറയും ഇൻവിറ്റേഷൻ ഇല്ലാതെ ആരെ അകത്തോട്ട് കയറ്റത്തില്ല എന്ന്. വേവുഷാൻ അവിടെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, ഞങ്ങള് ലോട്ടസ് ക്ലാനിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്തിട്ട് വന്നതാ എന്നൊക്കെ. എന്നാൽ ആരും അത് കേൾക്കാൻ റെഡിയായിരുന്നില്ല. പെട്ടെന്നാണ് അവിടെയായിട്ട് ഒരു സുന്ദരനായിട്ടുള്ള ചെറുക്കൻ ഇങ്ങനെ നടന്നു വരുന്നേ. ഇവൻ വേറെ ആരുമല്ല, നമ്മളുടെ നായകനായിട്ടുള്ള ലൻഷാൻ തന്നെയാണ്. അവനൊരു ബോഡിയായിട്ടാ വന്നിരിക്കുന്നത്. ആ ബോഡീനെ ബ്ലാക്ക് മാജിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ വേവുഷാൻ അത് നോട്ട് ചെയ്യും. വേവുഷാൻ എന്ന് വെച്ചാൽ ഭയങ്കര കുരുത്തക്കേടാണെങ്കിലും അവന് ഭയങ്കര ബുദ്ധിയാ. ഇവൻ ഇത് കാണുന്നതും മനസ്സിലാക്കും ഇവനെ ബ്ലാക്ക് മാജിക്ക് പിടിച്ചിരിക്കുക എന്ന്. അതുകൊണ്ട് തന്നെ ഇവൻ ഇത് പറയുന്നത് നമ്മുടെ ലൻഷാൻ ശ്രദ്ധിക്കും. ലൻഷാൻ ആണെങ്കിൽ ഭയങ്കര റൂഡായിട്ടുള്ള ഒരാളാണ്, അതേപോലെ ഇൻട്രോവേർട്ടും ആണ്, അധികം സംസാരിക്കത്തൊന്നുമില്ല. വേവുഷാൻ ഇവന്റെ പുറകെ നടന്നിട്ട് ചോദിക്കും ഞങ്ങളെ അകത്ത് കയറ്റുമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യും. എന്നാൽ ലൻഷാൻ ഇത് ഇഷ്ടപ്പെടാഞ്ഞ അവന്റെ സ്പെല്ല് യൂസ് ചെയ്തിട്ട് നമ്മുടെ വേവുഷാന്റെ വായ അങ്ങ് അടപ്പിക്കും. വേവുഷാൻ ആയിരുന്നാലും അവിടെ വാതിറക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കും. അവസാനം ലൻഷാൻ ആണെങ്കിൽ ഇവരെ അകത്ത് കയറാണ്ട് അവനകത്തോട്ട് കയറി അങ്ങ് പോകും. വേവുഷാൻ ആയിരുന്നാലും ഒരു മാർഗ്ഗം ഇല്ലാണ്ട് അവരുടെ ആ കളഞ്ഞുപോയ ഇൻവിറ്റേഷനിലെ അത് കണ്ടുപിടിച്ചുകൊണ്ട് വരും. എന്നാൽ അവൻ വന്നത് ഭയങ്കര ലേറ്റ് ആയിട്ടായിരുന്നു. അവിടെ എങ്ങും ഒറ്റ മനുഷ്യനുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ വേവുഷാൻ ആണെങ്കിൽ ഇവരുടെ ഈ ഗൂസിലോട്ട് കയറുന്ന എൻട്രൻസ് ഇല്ലേ, അവിടെ കുറച്ച് മാജിക് സ്പെല്ലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അവന്റെ സ്പെല്ലൊക്കെ യൂസ് ചെയ്ത് അതങ്ങ് പൊട്ടിച്ച് കളയും. എന്നിട്ട് നമ്മുടെ വേവുഷാൻ ആണെങ്കിൽ അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ലിക്വറിന്റെ കുപ്പിയുണ്ട്, അതും വാങ്ങിക്കൊണ്ടാണ് അവൻ അവിടെയായിട്ട് എൻട്രി ചെയ്യുന്നത്. വന്ന് കയറുന്നതും ഡയറക്റ്റ് വന്ന് പെടുന്നത് നമ്മുടെ ലൻഷാന്റെ മുമ്പിലായിട്ടാണ്. അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ വേവുഷാനെ നോക്കിയിട്ട് പറയും ഇവിടെ ഇതൊന്നും അലോഡ് അല്ല, ഇവിടുത്തെ റൂൾസിനെല്ലാം ഇതെതിരാണ് എന്ന്. നമ്മുടെ വേവുഷാൻ ആണെങ്കിൽ മൊത്തത്തിൽ റൂൾസ് എല്ലാം തെറ്റിച്ചിട്ട് നിൽക്കുക. അവൻ മതിൽ ചാടി വന്നു, അവന്റെ കയ്യിലായിട്ട് കുപ്പിയുണ്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. വേവുഷാൻ അവിടെ പറയും റൂൾസിനെതിരാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് കുടിച്ചോളാം, ഞാൻ അകത്തോട്ട് വരുന്നില്ല. എന്നാൽ നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ അവന്റെ മുമ്പിലായിട്ട് വന്ന് അവന്റെ വാളങ്ങ് ഊരിയെടുക്കും. എന്നിട്ട് ഇവർക്ക് രണ്ടുപേർക്കിടയിൽ ഭയങ്കര വലിയൊരു ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ വേവുഷാൻ ആയിരുന്നാലും അവന്റെ കുപ്പി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കും. എന്നാൽ അതൊന്നും നടക്കത്തില്ല. അവന്റെ കുപ്പി രണ്ടും തറയിൽ വീണ് പൊട്ടിപ്പോവും. വേവുഷാൻ ആണെങ്കിൽ ഒന്നും കുടിക്കാനും പറ്റത്തില്ല. അവന്റെ വായാണെങ്കിൽ നമ്മുടെ ലൻഷാൻ അങ്ങ് ലോക്ക് ചെയ്ത് വെക്കും. ഇവിടെയായിട്ട് നമ്മുടെ ലൻഷാന്റെ ചേട്ടനുണ്ടല്ലോ, അയാളും അതേപോലെ ലൻഷാന്റെ അങ്കിളും രണ്ടുപേരും കൂടി മറ്റേ ആ മരിച്ചു കിടക്കുന്ന ചെറുക്കനെ നല്ലതുപോലെ പരിശോധിച്ച് നോക്കുമായിരുന്നു. ഇവർക്ക് മനസ്സിലാവും ഈ ചെറുക്കന്റെ ദേഹത്തായിട്ട് ബ്ലാക്ക് മാജിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന്. ലൻഷാൻ ആയിരുന്നാലും വേവുഷാൻ ഇവരുടെ മുമ്പിലായിട്ട് കൊണ്ടുവന്നിടും ഇവന് പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. വേവുഷാൻ ആയിരുന്നാലും അവിടെ ഇരിക്കുന്ന ആ ബോഡിയുടെ ബ്ലാക്ക് മാജിക് ഒക്കെ കണ്ടുപിടിക്കും. അവൻ അവിടെ പറയും ഇതാരോ മനഃപൂർവ്വം ചെയ്തതാ എന്ന്. ഇവന്റെ ഈ സംസാരം കേൾക്കുന്നതും എല്ലാവരും നല്ല സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാര്യം വേവുഷാന് ഇത്രയ്ക്ക് നോളജ് ഉണ്ടോ എന്ന് ആലോചിച്ചിട്ട്. പിന്നീട് കാണിക്കുന്ന വെൻ ക്ലാൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. അയാളുടെ കയ്യിലായിട്ട് ഒരു പ്രത്യേകതരം കല്ലുണ്ട്. അയാള് ഈ കല്ലിന്റെ ബാക്കി പാർട്സ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഈ കല്ലുണ്ടെങ്കിൽ ആൾക്കാരെല്ലാം നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ കല്ലെന്ന് വെച്ചാൽ ഒരു ഡിസ്ക് പോലെ ഇരിക്കുന്ന സംഭവമായിരുന്നു. എന്നാൽ കുറെ കാലങ്ങൾക്ക് മുന്നേ എല്ലാ ക്ലാനിലെ ആൾക്കാരും കൂടി ചേർന്നിട്ട് ഈ കല്ലിനെ പാർട്സ് ആക്കി ഓരോരോ സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചു. കാര്യം ഈ കല്ല് അത്രയ്ക്കും പവർഫുൾ ആയിരുന്നു. ഇപ്പൊ ഈ വെൻ ക്ലാനിന്റെ തലവൻ ആഗ്രഹിക്കുന്നത് തന്നെ ആ കല്ലിനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഇയാൾക്ക് ഭയങ്കര പവർഫുൾ ആവണം എന്നാണ്. പിന്നീട് കാണിക്കുന്നത് ഒരാഴ്ചക്ക് ശേഷമാ. നമ്മുടെ ഗൂസു ഒരു ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ വെൻ ക്ലാനിലുള്ള ആ തലവന്റെ മോനും കുറെ പടയാളികളും കൂടി നമ്മുടെ ഗൂസുലായിട്ട് എൻട്രി ചെയ്യും. അവിടെ വന്നിട്ട് നമ്മുടെ ഗൂസുലുള്ള ആൾക്കാരെല്ലാം നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്ത് ഇവന്മാരാണ് വലിയ പവർഫുൾ എന്നുള്ള രീതിയിൽ സംസാരിക്കാനൊക്കെ തുടങ്ങും. എന്നാൽ ഇതൊന്നും കേൾക്കുന്നേ നമ്മുടെ വേവുഷാനൊന്നും ഇഷ്ടപ്പെടത്തില്ല. അവൻ അവിടെ എതിർത്ത് സംസാരിക്കും. അവൻ ചോദിക്കും ഞങ്ങൾക്ക് ആർക്ക് റെസ്പെക്ട് തരാണ്ടിരിക്കാൻ നീ ആരാണ് എന്ന്. ഇവിടെ എല്ലാവർക്കും ഇടയിലായിട്ട് ചെറിയൊരു ഫൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. എന്നാൽ ഇത് കാണുന്നതും നമ്മുടെ ലൻഷാന്റെ ചേട്ടനുണ്ടല്ലോ, ആള് ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണ്. ആള് പെട്ടെന്ന് തന്നെ ഓടക്കുള്ളിലെടുത്ത് വായിക്കുന്നത് ഇവന്മാരുടെ കയ്യിലിരുന്ന വാളെല്ലാം നേരെ മുകളിലോട്ട് അങ്ങ് പോകും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ സമാധാനം ഉണ്ടാക്കും. ഇവിടെ വെൻക്ലാനിലുള്ള ആള് പറയും ഞങ്ങളുടെ ഇവിടെ നിന്നും പഠിക്കാൻ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി സമ്മതിക്കണം എന്ന്. അതിനകത്തൊരു പെണ്ണുണ്ടായിരുന്നു. അവൾ കാണാൻ നല്ല സുന്ദരിയാണ്. അവളും അവളുടെ അനിയനും ഒക്കെ അങ്ങനെ ഗൂസൂല് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഗൂസൂല് അങ്കിളുണ്ടല്ലോ, അയാളാണെങ്കിൽ അവിടെ ക്ലാസ് ഒക്കെ എടുക്കുന്നതാ. വേവുഷാൻ ആണെങ്കിൽ ക്ലാസ്സിന്റെ ഇടയിലിരുന്ന് ഓരോന്ന് കഴിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അവൻ അതേപോലെ തന്നെ ആ മാസ്റ്ററിന്റെ പുറകിലായിട്ട് ഒരു സ്റ്റിക്കറൊക്കെ എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് കിടന്ന് ചിരിക്കും. ഇവനാണെങ്കിൽ ലൻഷാന്റെ കൂടെ കൂട്ടുകൂടണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവനൊരു പേപ്പറിന്റെ ഒരു പാവേനെ പോലെ ഉണ്ടാക്കിയിട്ട് ലൻഷാന്റെ ദേഹത്തായിട്ട് എറിഞ്ഞു കൊടുക്കും. എന്നിട്ട് ലൻഷാന്റെ ദേഹത്തായിട്ട് കയറുന്ന കണക്കൊക്കെ മാജിക് ഒക്കെ ചെയ്യും. എന്നാൽ ഇത് കാണുന്ന ലൻഷാന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അവനതെല്ലാം ചുരുട്ടി കൂട്ടി വലിച്ചെറിയും. പിന്നീട് കാണിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആ മാസ്റ്റർ ഇല്ലേ, അതായത് ലൻഷാന്റെ അങ്കിള്, അയാൾ നമ്മളുടെ വേവുഷാനെ എണീപ്പിച്ച് നിർത്തിയിട്ട് അവൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കും.
ചോദിക്കും. അയാൾക്ക് നന്നായിട്ട് അറിയാം ഈ ക്ലാസ്സിൽ ഏറ്റവും ഗുരുത്തം കെട്ടവൻ അവനാ എന്ന്. എന്നാൽ നമ്മുടെ വേവൂഷാൻ ആണെങ്കിൽ ഇയാൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത് അതിനെല്ലാം ആൻസർ പറയും. വേവൂഷാൻ ഭയങ്കര സ്മാർട്ടായിരുന്നു. എന്നാൽ അവന്റെ ആറ്റിറ്റ്യൂഡ് ആ മാസ്റ്ററിന് ഇഷ്ടപ്പെടത്തേയില്ല. അതുകൊണ്ട് അയാൾ നമ്മുടെ വേവൂഷാന് പണിഷ്മെന്റ് കൊടുക്കും. അതായത് ഗൂസുല റൂൾസ് 1000 തവണ എഴുതാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുന്നേ വേവൂഷാൻ നല്ല ഷോക്കാവും. അങ്ങനെ അവനാണെങ്കിൽ പണിഷ്മെന്റ് എന്നും പറഞ്ഞുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ ഒരു മലയിൽ വായി നോക്കാൻ വേണ്ടിയിട്ട് പോവും. അവിടെ ചെല്ലുന്നതും അവിടെയായിട്ടൊരു കൊച്ചു ഇറക്കനാണെങ്കിൽ അമ്പെയ്യുമായിരുന്നു. ഇവന്റെ പേര് വെന്നിങ് എന്നാണ് കേട്ടോ. ഇവൻ ഭയങ്കര നിഷ്കളങ്കനാണ്. അവൻ അവിടെ അമ്പെയ്യുന്നതും പെട്ടെന്ന് തന്നെ വേവൂഷാൻ വന്നിട്ട് ഇവന്റെ കൂടെ കൂട്ടുകൂടും. എന്നിട്ട് ചോദിക്കും നിന്നെ ഞാൻ അമ്പെയ്യാൻ പഠിപ്പിക്കണോ എന്ന്. അങ്ങനെ വേവൂഷാൻ ആണെങ്കിൽ വെന്നിങ്ങിന് ആ അമ്പെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. എന്നാൽ അവിടെയായിട്ട് ഈ വെന്നിങ്ങിന്റെ ചേച്ചി വെൻഷിൻ അവളാണെങ്കിൽ എന്തോ ഒരു സംഭവം ഇങ്ങനെ തിരക്കി നടക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളെ വെന്നിങ് ആണെങ്കിൽ അമ്പെയ്യുന്നതും ആക്സിഡന്റലി അവന്റെ ചേച്ചിയുടെ നേർക്കായിട്ടാണ് അമ്പ് ചെന്ന് വിടുന്നത്. ഇത് കാണുന്നേ നമ്മുടെ വേവൂഷാൻ പേടിച്ചിട്ട് വേഗം തന്നെ അവന്റെ കയ്യിലുള്ള ഒരു പവർ യൂസ് ചെയ്ത് ആ അമ്പിനെ അങ്ങ് മാറ്റി പറഞ്ഞു വിടും. ഇത് കാണുന്നതും ആ പെൺകൊച്ചിന് നല്ല സന്തോഷമാവും. അവള് നമ്മളെ വേവൂഷാന്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറയും. അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നതും പെട്ടെന്ന് തന്നെ ഒരുത്തൻ വന്നിട്ട് നമ്മളുടെ വേവൂഷാനെ പിടിക്കുന്നേ. അവൻ വേഗം തന്നെ അവന്റെ വാളെടുത്ത് ആരാണോ പിടിക്കാൻ വന്ന അവന്റെ കഴുത്തിന് നേരെയായിട്ട് വെക്കും. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അവനും കയ്യിലുള്ള വാളെടുത്ത് ഇവന് നേരെയായിട്ട് ചൂണ്ടും. സത്യം പറഞ്ഞാൽ നമ്മുടെ വേവൂഷാനെ പിടിക്കാൻ വന്ന വേറെ ആരുമല്ല നമ്മുടെ ലൻഷാൻ തന്നെയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാളും പിടിച്ചോണ്ട് നിൽക്കുക. അപ്പൊ വേവൂഷാൻ പറയും അയ്യോ നിങ്ങളായിരുന്നോ വന്നത്, ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്നും പറഞ്ഞിട്ട് ലൻഷാന്റെ കൂടെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ലൻഷാൻ അമ്പിനും വില്ലിനും എടുക്കുന്ന ടൈപ്പ് ആയിരുന്നില്ല. അവൻ പറയും നിനക്ക് പണിഷ്മെന്റ് ഉണ്ട്, നീ എംപോസിഷൻ എഴുതിയേ പറ്റത്തോളെന്നും പറഞ്ഞുകൊണ്ട് ഇവന്റെ കോളറിന് പിടിച്ച് വലിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ വേവൂഷാനും ലൻഷാനും കൂടി ലൈബ്രറിയിൽ ഇരുന്നിട്ട് ഓരോന്ന് എഴുതുന്നയാ. വേവൂഷാൻ ആണെങ്കിൽ അവന്റെ എംപോസിഷൻ എഴുതി തളർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ നമ്മളുടെ ലൻഷാന് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൻഷാന്റെ ഒരു പടം വരച്ചു വെക്കും. എന്നിട്ട് ലൻഷാന്റെ ചെവിയിലായിട്ടൊരു പൂവിരിക്കുന്നത് പോലെയും വരച്ചു വെക്കും. ഇത് നമ്മളുടെ ലൻഷാനെ കൊണ്ടുവന്ന് കൊടുക്കുന്നേ ലൻഷാന് നല്ല സന്തോഷമാവും. അവൻ ചെറുതായിട്ടൊന്ന് ചിരിക്കും. ഇത് കാണുന്നേ വേവൂഷാനും ഭയങ്കര സന്തോഷമാവും. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൻഷാൻ ഏത് ബുക്കാണോ വായിച്ചുകൊണ്ടിരുന്നത് ആ ബുക്കിനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഒരു ബുക്കിനെ എടുത്തങ്ങ് വെക്കും. നമ്മുടെ ലൻഷാൻ ഇതൊന്നും അറിയത്തില്ല. അവൻ ആ ബുക്ക് തുറന്നു നോക്കുന്നതും ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. അവൻ ഇത് കാണുന്നതും വേവൂഷാന്റെ പേര് ഉറക്കെ വിളിക്കും. അവന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ വേവൂഷാൻ പറയും ഞാൻ നിന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ ലൻഷാൻ ദേഷ്യം വന്ന ആ ബുക്ക് വലിച്ചു കയറി ആകാശത്തായിട്ട് പറത്തി അങ്ങ് വിടും. ഇത് കാണുന്നേ വേവൂഷ അവിടെ കിടന്ന് ബഹളം വയ്ക്കും. അയ്യോ എന്റെ ആകപ്പാടുണ്ടായിരുന്ന ബുക്കാണേ എന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ലൻഷാന്റെ ചേട്ടനാണെങ്കിൽ അവന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാ. അതായത് ദൂരെ ഒരു സ്ഥലത്തായിട്ട് വാട്ടർ ഗോസിന്റെ ഭയങ്കര ശല്യമുണ്ട്, നമ്മൾ അവിടെ പോയി അവരെയൊക്കെ ഒന്ന് രക്ഷിക്കണം എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ വേവൂഷാനും വേവൂഷാന്റെ ചേട്ടനായിട്ടുള്ള ജിയാങ് ഇല്ലേ, ഇവര് രണ്ടുപേരും ലൻഷാന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. എന്നാൽ ലൻഷാൻ ഇതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ പറയും നിങ്ങൾ വരേണ്ട ആവശ്യമില്ല എന്ന്. എന്നാൽ നമ്മുടെ ലൻഷാന്റെ ചേട്ടനാണെങ്കിൽ മനസ്സിലാവും ലൻഷാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവന് വേവൂഷാനെ ഭയങ്കര കാര്യമാണ്, ഇവൻ വരണോന്ന് തന്നെയാ അവൻ ആഗ്രഹിക്കുന്നതെന്ന്. അതുകൊണ്ട് ലൻഷാന്റെ ചേട്ടൻ പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന്. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൻഷാന് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല. അവന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവന്റെ കൂടെ വൈബ് പിടിക്കുന്ന വേറെ ആരെയും അവൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മുടെ വേവൂഷാൻ തന്നെയാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആള്. എന്നാൽ ലൻഷാൻ ഭയങ്കര നാണക്കേടാണല്ലോ, അതുകൊണ്ട് അവനൊന്നും തുറന്നു പറയാനൊന്നും നിൽക്കത്തില്ല. പിന്നീട് കാണിക്കുന്ന ഇവരെല്ലാവരും ആ വാട്ടർ ഗോസ്റ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥലത്തായിട്ട് എത്തുന്നതാണ്. അവിടെ റൂമർ പറയുന്നത് തന്നെ വാട്ടർ ഗോസ്റ്റ് അവിടെയുള്ള മനുഷ്യന്മാരെല്ലാം തിന്നുന്നു എന്നാണ്. അങ്ങനെ ഇവര് ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പൊക്കോണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷാന് ഒരു സംഭവം ഫീൽ ചെയ്യും. അതായത് ലൻഷാൻ നിൽക്കുന്ന ബോട്ടിന്റെ താഴെയായിട്ട് എന്തോ ഉണ്ടെന്ന്. വേഗം തന്നെ വേവൂഷാൻ അവന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ആ ബോട്ടിനെ അങ്ങ് മറിച്ചിടും. അതേസമയം തന്നെ ലൻഷാൻ ആണെങ്കിൽ പറന്ന് നമ്മുടെ വേവൂഷാന്റെ ബോട്ടിലായിട്ട് വന്ന് നിൽക്കും. ആ ബോട്ട് ഇങ്ങനെ തലകമന്ന് കിടക്കുന്നതും പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് ഒരു ജീവി ഇങ്ങനെ പോകുന്നത് കാണും. ഇത് കാണുന്ന എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൻഷാൻ ആണെങ്കിൽ വേവൂഷാന്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്. കാര്യം ലൻഷാന്റെ അടുത്ത് ഒരു വാക്ക് പറയാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേല്. എന്നാൽ നമ്മുടെ വേവൂഷാൻ ആണെങ്കിൽ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവൻ അവിടെ ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അതേസമയം തന്നെ അവിടെയായിട്ട് കുറേ വാട്ടർ ഗോസ്റ്റുകൾ വന്നിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇത് കാണുന്നേം അവിടെ നിൽക്കുന്ന കൾട്ടിവേറ്റേഴ്സ് എല്ലാവരും മുകളിലോട്ട് പറന്നങ്ങ് പോകും. എന്നാൽ അതിനകത്ത് 2 പേര് ആ വാട്ടർ ഗോസ്റ്റിന്റെ ഇടയിലായിട്ട് പെട്ടുപോകും. അതിനകത്ത് ഒരാള് വെന്നിങ്ങും അതേപോലെ വേറൊന്ന് ഗൂസൂല ഒരു സ്റ്റുഡന്റും ആയിരുന്നു. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വേവൂഷാൻ അവരുടെ കോളറിൽ ചെന്ന് പിടിക്കും. എന്നാൽ വേവൂഷാനും മുകളിലോട്ട് കയറി വരാൻ പറ്റത്തില്ല. ഇത് കാണുന്നേ നമ്മുടെ ലൻഷാൻ വന്നിട്ട് വേവൂഷാന്റെ കോളറിലായിട്ട് പിടിക്കും. ഇവിടെയായിട്ട് നമ്മുടെ വേവൂഷാനാണെങ്കിൽ ലൻഷാൻ്റെ അടുത്ത് പറയും എന്റെ കോളറിൽ പിടിക്കാതെ എന്റെ കയ്യിൽ പിടിച്ചൂടെ എന്ന്.
അപ്പോൾ നമ്മുടെ ലൻഷാൻ പറയും, ഞാൻ അറിഞ്ഞൂടാത്ത ആൾക്കാരുടെ കയ്യിലൊന്നും പിടിക്കത്തില്ല, എനിക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ഇഷ്ടമല്ല എന്ന്. എന്നാൽ നമ്മുടെ വേവൂഷാൻ ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ ലൻഷാന്റെ ചേട്ടനാണെങ്കിൽ ഓടക്കുഴൽ വായിച്ച് അയാളുടെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ വാട്ടർ ഗോസ്റ്റിനെ എല്ലാം ഇല്ലാണ്ടാക്കി കളയും. പിന്നീട് കാണിക്കുന്ന ഇവരിതെല്ലാം സോൾവ് ചെയ്തിട്ട് അവരുടെ സ്ഥലത്തോട്ട് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. അവിടെ നമ്മളുടെ വേവൂഷാനാണെങ്കിൽ ലൻഷാനെ എപ്പോഴും കളിയാക്കുക. അവൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറയുകയും അതേപോലെ അവൻ ഓരോന്ന് എറിഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ലൻഷാൻ ഇതിലൊന്നും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. വേവൂഷാനാണെങ്കിൽ ആരും അറിയാണ്ട് വൂസുലെ ഫേമസ് ആയിട്ടുള്ള ലിക്കറിന്റെ കുപ്പിയില്ലേ, അതങ്ങ് വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.